കൊടിയത്തൂർ പഞ്ചായത്തിലെ പന്നിക്കോട് പ്രദേശത്തിന്റെ സാംസ്കാരിക രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന യുവജന സംഘം വായനശാലയുടെ 72ാമത് വാർഷികാഘോഷം ഗ്രാമോത്സവമായി കൊണ്ടാടി. ഇതിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികൾ, നാടകം എന്നിവ നടന്നു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പന്നിക്കോട് പ്രദേശത്ത് അക്ഷര വെളിച്ചമായി 7 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന യുവജന സംഘം വായനശാലയുടെ 72ാമത് വാർഷികമാണ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത്. ഗ്രാമോത്സവം എന്ന പേരിൽ നടന്ന വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ വലിയൊരു വെല്ലുവിളി തന്നെയാണ് വായന എന്നത്. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികളെ വായനയിലേക്ക് നയിക്കുകയും യുവതലമുറയെ നല്ലൊരു ഉത്ബോധനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു വായനശാല മുന്നേറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. സാമൂഹ്യ പ്രവർത്തക കാഞ്ചനമാല മുഖ്യാതിഥിയായിരുന്നു. ഗ്രന്ഥശാലാ സംഘം നേതൃസമിതി കൺവീനർ എ വി സുധാകരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ എ സി നിസാർ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ഹരീഷ്, സിസിന, ഷീജ ചന്ദ്രൻ എന്നിവരും ജോണി എടശ്ശേരി, ബാബു പൊൽക്കുന്നത്ത്, ബാബു മൂലയിൽ, മുരളീധരൻ പട്ടേരി, വിജേഷ് പരവരി തുടങ്ങിയവർ സംബന്ധിച്ചു. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം എന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, മുക്കം.